നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീഴന്നതാമനെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ചേർത്ത് പാടാമോ? എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീഴന്നതാമനെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിക്കുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിക്കുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ചേർന്ന് തൂയരേ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവേ തേനീലും മധുരമേ. ഓ വറ്റാത്ത ഉറവേ തേനീ തൂയരേ ഹല്ലേലൂയ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത തേനീലും മധുരമേ. വറ്റാത്ത ഉറവ വെളിപ്പെടാൻ പോകുന്നു. മധുരമേ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവേ തേനീലും മധുരമേ. വറ്റാത്ത ഉറവേ തേനീലും മധുരമേ. മാവിൽ ചാരിട എല്ലാം പറയാം. വിശ്വസ്തനവൻ വീരനാണവൻ. മാവിൽ ചാരിട എല്ലാം പറയാം. വിശ്വസ്തനവൻ വീരൻ. ചേർന്ന് പാടാമോ? ഹൃദയം തുറന്ന് ഹോശാന ഹോശാന. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആ സ്വർഗ്ഗത്തിലേക്ക് നോക്കി, ആ യേശുവിന്റെ മുഖത്തിലേക്ക് നോക്കി പാടുക. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 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 ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പനിമിഷം സ്തോത്രം ചെയ്ത് സ്തുതിക്ക് യോഗ്യനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്.
ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചവരെല്ലാം ഇന്ന് പകൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിന്റെ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ കഴിയുമോ ഇന്ന് രാത്രിയിൽ? ഇന്ന് പകൽക്കാലം ഈ പകൽ കർത്താവിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിട്ട് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുത്തേ. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോഗ്യം ആയുസ്സും ബലവും തന്നതിനായി ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ശക്തമായി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് കരങ്ങളെ ചേർത്തച്ച് ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഓരാ ബാലാ 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 ദാ 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 ബാലാ 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 ബാ ദബലം തരമേടാ ബാലാ മേടാ ദാ 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 ഉഡാ ബാലാ ബാലാ ദാ ദാ ദാ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം പാടുക. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിരിക്കട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം നന്ദിയോടെ പാടുക. ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ഒരിക്കൽ കൂടി മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ശബ്ദമെത്തി ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും യാവോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യം പ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാവോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യം പ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് സന്തോഷത്തോടെ ആരാധന. ദൈവത്തിന് ആരാധന. സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന.
മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. മിസ്ര എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് പാടുക ആരാധന. ഓ അമേയാകുന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന. ഓ ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ ആരാധന. ആരാധന യാകുന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആമേൻ ആരാധന. ആരാധന യാകുന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന യാകുന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്ന് ശോഭിക്കുക. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്ന് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക ഓ പുതുശക്തി പ്രാപിക്കുക. അവേ അന്ധകാര ശക്തികളെ ജയിക്കുന്ന കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കുന്ന ശക്തിയാ. ആമേൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ ചോദിച്ചാത്തിടുമ്പോ ശക്തിയോടെ തുറന്നിടുക നന്ദിരുറവ. എഴുന്നേറ്റ് ശോഭിക്കുക. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ ചോദിച്ചാത്തിടുമ്പോ തുറന്നിടുക നന്ദിരുറവ. എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക ശക്തിയോടെ ശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക. ശക്തികളെ ശക്തികളെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ഓ ആത്മാവിനാലെ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിക്കാൻ. ആത്മാവിനാലെ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. ശക്തികളെ ജയിക്കുന്നതാം കൃപയാ. ശക്തികളെ ജയിക്കുന്നതാം കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കുന്നതാം കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കുന്നതാം കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കുന്നതാം കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കുന്നതാം അന്ധകാര ശക്തികൾ മാറി ഒരു പുതിയ ശക്തി, ഒരു പുതിയ ബലം ആത്മശക്തിയാൽ നിറയുന്ന പകലാക്കി ആണ്ടുകൾ തീരുവാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവ ചലനം നിറയ്ക്കുക.
പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ എല്ലാവരും ചേർന്ന് ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് പകൽ ഒരു പുതിയ ശക്തി പ്രാപിക്കുന്ന പകല, ദൈവം നിന്നെ നിറയ്ക്കുന്ന പകല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസങ്ങളാകട്ടെ. സക്കറിയാവിന് ദൂതൻ പ്രത്യക്ഷമായതുപോലെ ആരോടൊക്കെ ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ദൈവത്താൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി, നിന്റെ കണ്ണുനീരിന് മറുപടി, കണ്ണുനീരിന് ആർപ്പോടൊരു കൊയ്ത്ത്. പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, ദൈവാത്മാവ് ചെയ്യാൻ പോവുക. ചൂടവരന്തേ ധൂടവരച്ച ധാലികരന്തോ അല്ലക്കാര ധൂടവരന്തേ ചൂടവരന്തോ ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ചില മറുപടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവം ചില മറുപടികൾ വീണ്ടും അയക്കാൻ വിശ്വസ്തനാണെന്ന് സഹോദരിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. കർത്താവ് എന്നോട് സംസാരിക്കണമേ. ഇന്ന് പകൽ ഈ വചനം, ഈ ശുശ്രൂഷ എന്റെ ജീവിതത്തെ തൊടുന്ന പകലായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പകലത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്ന് ജോഷുവയുടെ പുസ്തകം പഴയ നിയമമാണ്. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കാം. യെസ്. യോർദാനിൽ നിന്നും എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. എന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ, നിങ്ങളുടെ മക്കൾ വരുന്ന ഭാവിയിൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ഈ നാട്ടിയ കല്ലെന്താ എന്ന് ചോദിക്കുമ്പോൾ, ഇസ്രായേൽ ഉണങ്ങിയ നിലത്തോടുകൂടി ഈ യോർദാൻ അക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങളുടെ മക്കളോട് പറയണം, കരകവിഞ്ഞൊരുകുന്ന മരണത്തിന്റെ യോർദാൻ, ഹല്ലേലൂയ, നിങ്ങളുടെ പിതാക്കന്മാര് കടന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും നമുക്കുള്ള പ്രത്യാശ എന്താ? എത്ര വലിയ പ്രതിസന്ധിയുടെ കടലിനെ കടന്നാണ് നമ്മുടെ പിതാക്കന്മാരെ ദൈവം നയിച്ച് ഇവിടം വരെ എത്തിയെങ്കിൽ, ആണ്ട് തീരുവാൻ ചുരുങ്ങിയ ദിവസങ്ങൾ നിൽക്കുമ്പോൾ ദൈവം ഉറപ്പ് പറയുന്നു, വരുന്ന നാളുകളിലും നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്ത് യോർദാനെയും പ്രതിസന്ധിയെ കടക്കാൻ ഒരു കൃപ ദൈവം തരും. അതിന് പറ്റുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്.
ഉണങ്ങിയ നിലത്തോടെ ഹല്ലേലൂയ ചെളി പിടിച്ചു കിടക്കുന്ന അതിശക്തമായ യോർദാനിന്റെ മധ്യത്തിനകത്ത് ഉണങ്ങിയ നിലത്തോടെ നമ്മുടെ പിതാക്കന്മാരെ മറുകര കാണിച്ചൊരു ദൈവമുണ്ട്. ചോദിക്കുമ്പോ നീ പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തത് ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിന്റെ ദൈവമായ യഹോവേ എന്നേക്കും ഭയപ്പെടേണ്ടതിന്. ഒറ്റ കാര്യമുള്ള ഈ കല്ലെന്താന്ന് ചോദിക്കുമ്പോ, ഈ ഗിൽഗാലിൽ നാട്ടിയ ഈ കല്ലെന്താന്ന് ചോദിക്കുമ്പോ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഉണങ്ങിയ നിലത്തൂടെ നമ്മുടെ പിതാക്കന്മാരെ ദൈവം മറുകര കാണിച്ചു. അടുത്തത് ഈ വാക്ക് ശ്രദ്ധിച്ചോണം, സകല ജാതിയും അറിയണം ഒരു ദൈവം ഉണ്ടെന്നും അവന്റെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടണം. മക്കളോട് പറയണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഒരു ദൈവം ഉണ്ടെന്നും ശക്തമേറിയ കരമുള്ളവൻ ഇന്നും ജീവിക്കുന്നു എന്നും. ഇന്ന് സഭയോട് ദൈവാത്മാവ് പറയുന്ന ദൂതിത നിങ്ങളും അറിഞ്ഞിരിക്കണം. പ്രതിസന്ധിക്കപ്പുറത്ത് മറുകര കാണിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അത് മാത്രമല്ല, ശക്തിയേറിയ കരമുള്ളവൻ ഇന്നും ജീവിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുക, നിങ്ങളുടെ ദൈവത്തിന്റെ കരം ശക്തമേറിയ കരമാണെന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അറിയാൻ പോകുന്ന നാളുകളും മാസങ്ങളും വർഷങ്ങളും മുമ്പിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് നല്ല ദൈവത്തിന് ഇന്ന് പകലൊരു മഹത്വം കരേറ്റിയേ. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചു പൂർത്തീകരിച്ചേ. അങ്ങനെ നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിനും ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കടഞ്ഞതുപോലെ. കണ്ടോ, ഇക്കരെ കടക്കാൻ ആദ്യം എന്ത് ചെയ്തു? ആദ്യം ചെങ്കടലിനെ വറ്റിച്ചു. നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. അടുത്ത ഇപ്പുറത്ത് വന്നപ്പോ വീണ്ടും കണ്ട യോർദാനെ വറ്റിച്ച് മറുകര ദൈവം എത്തിച്ചു. അതുകൊണ്ട് തലമുറ ചോദിക്കുമ്പോ പറയണം, ശക്തമേറിയ കരമുള്ള ഒരുത്തൻ ജീവിക്കുന്നു എന്ന്. ഇന്ന് പകൽ നിങ്ങൾക്ക് എല്ലാവരോടും ദൈവം സംസാരിക്കുക. എന്ത് പ്രശ്നത്തിന് മധ്യത്തിലായിക്കോട്ടെ, ഒത്തിരി ചോദിച്ചിനങ്ങളുടെ മധ്യത്തിലായിക്കോട്ടെ, ശക്തമേറിയ കരമുള്ളവനാ നമ്മുടെ കർത്താവ്. മറുകര നിന്നെ കടത്തും, വറ്റിക്കേണ്ടതിനെ വറ്റിക്കും, എത്തിക്കേണ്ടടത്ത് എത്തിക്കും. ഇതെന്താ സംഭവം? നമുക്കറിയാം, അടിമത്തത്തിൽ കിടന്ന ദൈവത്തിന്റെ ജനത്തെ, മിസ്രൈമിൽ കിടന്ന ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ പുറത്തു കൊണ്ടുവന്നു. വീട്ടുതരത്തിൽ നിന്ന് ഫറവോൻ വാദിച്ചപ്പോഴും പല ട്രിക്കുകൾ കാണിച്ചപ്പോഴും ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ സംഹാരദൂതൻ ഇറങ്ങി വെട്ടേണ്ടതിനെ വെട്ടിമാറ്റി തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. എത്ര പിടിമുറുക്കിയാലും ദൈവത്തിന്റെ വാഗ്ദത്ത സമയത്ത് ദൈവദൂതൻ ഇറങ്ങി നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. നിങ്ങൾ പറയും, പാസ്റ്റർ ഈ 12 മാസവും ജീവിതത്തിൽ വല്ലാതെ പിടിമുറുക്കൽ ഞാൻ അനുഭവിച്ചു. പക്ഷെ ഒറ്റ ദൂതേ പറയാനുള്ളൂ, എത്ര പിടിമുറുക്കി എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സമയമാകുമ്പോ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിവില്ലായിരിക്കാം, ദൈവത്തിന്റെ ദൂതന്മാർ നിനക്കായി ചലിക്കും. നിനക്ക് പറ്റത്തില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും. ആരോടൊക്കെ പരിശുദ്ധമ പറയുന്നു, 12 മാസം നിന്റെ ലൈഫിൽ പിടിമുറുക്കിയത് അതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ദൂതന് സെക്കൻഡുകൾ മതി, മണിക്കൂറുകൾ മതി. ശ്രദ്ധിച്ചോണം, ദൈവം പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം മോശ മരിച്ചു. അപ്പോഴാണ്, അതിനു മുമ്പാണ് ഈ ചെങ്കടലിന്റെ സംഭവമൊക്കെ വരുന്നത്. അതിനുശേഷം നേതൃത്വം ജോഷുവ ഏറ്റെടുത്തു. ആള് പോയാലും
ദൈവത്തിന്റെ പ്ലാൻ എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അടുത്ത ആളെ ദൈവം ഏൽപ്പിച്ചു. ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയാ വലുത്. നമ്മൾ നിന്നാൽ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ദൈവം ജോഷുവയെ ഏൽപ്പിച്ചു, ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറഞ്ഞു. മോശയോടുകൂടി ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയപ്പോഴാണ് യെരിഹോവിലേക്ക് പോകുന്ന യാത്രയുടെ മധ്യത്തിൽ യോർദാൻ നദീതീരത്ത് നിൽക്കുന്നു. മുമ്പൊരു ഓർമ്മയുണ്ട്, ചെങ്കടലിന്റെ മധ്യത്തിൽ നിന്ന്. ഇപ്പൊ യോർദാന്റെ മുമ്പിൽ നിൽക്കും. ഈ യോർദാൻ ഒരു പ്രത്യേകത, ഈ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര ശക്തമാണ്. വെളിയിൽ നിന്ന് അടിച്ചൊലിച്ച വരുന്നത്. അതാ ഈ ഉപമ പറഞ്ഞപ്പോ പാറമേലും മണലിന്മേലും അടിസ്ഥാനം. ഈ യോർദാൻ നദി ചില സമയത്ത് കരവിഞ്ഞൊരുങ്ങും. നല്ല അടിസ്ഥാനം ഇല്ലെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യും, അടിച്ചു തെറിച്ചു പോകും. അതുകൊണ്ട് പറഞ്ഞ വൻമര ചൊരിഞ്ഞു, നദിയുടെ വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതാ സംഭവം. ഈ യോർദാന്റെ നദീതീരത്ത് രണ്ട് രീതി വീട് വെക്കും. താൽക്കാലിക കൃഷി ആവശ്യത്തിന് വെക്കുന്ന മണലിൽ പൊങ്ങി വെക്കുന്നതെല്ലാം ആടിച്ചടിച്ചുകൊണ്ട് പോകും. പക്ഷെ പാറമേൽ അടിസ്ഥാനം ആരത്തി കുടിച്ചത് എത്ര യോർദാന്റെ വെള്ളം പൊങ്ങിയാലും അവിടെ നിൽക്കും. അപ്പൊ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര ശക്തമായതാണ് ഈ യോർദാൻ നദി. അതിന്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഒലിപ്പിച്ചെടുത്തോണ്ട് പോകും. അതുകൊണ്ട് മരണയോർദാൻ എന്നും പറയാറുണ്ട്. കാരണം വെച്ച അവനെ എടുത്തോണ്ട് പോക്കാം. എവിടെയും പോകുന്ന പിന്നെ ഡെഡ് ബോഡി ഒലിച്ചെടുത്തോണ്ട് പോകും. അത്രയ്ക്ക് ഒഴുക്കുള്ളതാണ് യോർദാൻ. അതിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോ യോശുവ ജനത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിപ്പീൻ. ചില പ്രതിസന്ധി മുമ്പിൽ ഒന്ന് നിൽക്കുന്ന എന്തിനാ അറിയാമോ? നമ്മെ ഒന്ന് ദൈവസ്ഥലിലേക്ക് ഒന്ന് സമർപ്പിക്കാനാ. ഈ ദൈവം ചിലതൊക്കെ ലേറ്റാക്കിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവാനാ. ദൈവത്തിന് സെക്കൻഡ് മതി പ്രവർത്തിക്കാൻ. നമ്മളിൽ ഒരു ചേഞ്ച് കിടക്കുകയാണ്. നിങ്ങളെ ചെന്ന് ശുദ്ധീകരിപ്പീൻ. നമ്മുടെ ആശ്രയത്തെ ഒന്ന് കാണിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് എല്ലാം അറിയത്തില്ലേ? എല്ലാം അറിയാം. നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും ദൈവത്തിന് അറിയത്തില്ലേ നമ്മുടെ ആവശ്യം? ശരിയാ. പക്ഷെ എന്തിനാണ് ദൈവത്തെ പ്രാർത്ഥിപ്പിക്കുന്നത്? പ്രാർത്ഥന എന്താണ്? നമ്മൾ ദൈവത്തോടുള്ള ആശ്രയത്തെ പ്രകടനമാക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കും എന്താണ്? ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം ദൈവം ചെയ്യുമെന്ന് ഉറപ്പും ആശ്രയിക്കും. അപ്പോൾ തന്നെ ചിലത് വെയിറ്റ് ചെയ്യുന്നത് എന്താ? നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവും. അപ്പം നിങ്ങളെ തന്നെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. നാളെ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തിരിക്കും. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഒരുങ്ങാം. അത്ഭുതം കാണേണ്ട മണ്ഡലങ്ങളിൽ ദൈവം ചിലത് കാണിക്കും. അങ്ങനെ അവർ ഒരുങ്ങി. നമ്മൾ ജോഷുവ 4 വായിച്ചല്ലേ? ജോഷുവ 3 അധ്യായത്തിൽ നമുക്ക് കാണാം. 3:15 വായിക്കുമ്പോ കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. പക്ഷെ ദൈവം പറഞ്ഞ പോലെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ പക്കത്ത് വെച്ചപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ദൈവം പറഞ്ഞ പോലെ കാൽ അങ്ങോട്ട് വെച്ചപ്പോ, പെട്ടകം ചുക്കുന്നവൻ കാല് വെച്ചപ്പോ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് എന്ത് ചെയ്തു? നിന്നു. നിർത്താൻ പോവാ ദൈവം ചിലതിനെ. ഇത് നിന്നാലേ നീ മറുകര കാണത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ മറുകര കാണിക്കാതെ, വാക്തത്വം കാണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ ചില മേൽവെള്ളത്തിന്റെ ഒഴുക്ക് പോലെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ പോരാടുന്നത് ദൈവത്തിന് നിർത്താൻ പറ്റും. ഹൃദയത്തിന്റെ അകത്ത് അങ്ങനെ വേദനിക്കുന്ന ചിലതിനോട് പറയുന്നു, ദൈവം ചിലതിനെ സ്റ്റോപ്പ് ആക്കാൻ പോയ. മറുകര കടന്നു. അതാ 16 17 അവസാനം പറഞ്ഞു, ജനം യെരിഹോവിന്റെ നേരെ മറുകര കടന്നു. ജനമൊക്കെയും ഉണങ്ങിയ നിലത്തോടുകൂടി നടന്നു പോയി. 3:17 ജനമെല്ലാം ഉണങ്ങിയ നിലത്തൂടെ കടന്നു. ഇവര് ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോകുമ്പോ ജോഷുവ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യോർദാനിൽ എന്ത് ചെയ്യണം? 12 കല്ലെടുക്കണം. ദൈവം പറഞ്ഞ കല്ലെടുക്കുക. ഇതനുസരിച്ച് ജോഷുവ പറഞ്ഞ കല്ല്. അതാണ് ഈ 12 കല്ല് നമ്മൾ വായിച്ചത്. ആ 12 കല്ലാണ് ഗിൽഗാലി കൊണ്ടെന്ത് ചെയ്തത്? നാട്ടിയത്. അപ്പൊ
യോർദാന്റെ നദിയിൽ നിന്ന് എടുത്ത കല്ലെടുത്ത് ഗിൽഗാലി കൊണ്ട് നാട്ടി. ഈ കല്ല് കാണുമ്പോൾ തലമുറ ചോദിക്കും, ഇതെന്തോ ഈ കല്ല് ഇവിടെ? അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇത് എവിടുത്തെയാണെന്നറിയാമോ? ഇപ്പൊ നീ കാണുന്ന കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലാണ്. ഈ യോർദാനിൽ ഉണങ്ങിയ നിലത്തോടെ നമ്മുടെ പിതാക്കന്മാരെ ദൈവത്തിന്റെ അത്ഭുത കരം നടത്തി. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ദൈവം തലമുറകളോട് പറഞ്ഞു കൊടുക്കും, ഒരു സാക്ഷിയാ. നടത്തിയ ദൈവം ഇനിയും നടത്തും. ചോദിക്കും, നിന്റെ ദൈവത്തെ മറക്കരുത്, അവന്റെ അത്ഭുത കരം ഇന്നും പ്രവർത്തിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലും അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ആരാ പറഞ്ഞ നീ ഇതിന്റെ അകത്ത് തകർന്നു വീഴുമെന്ന്? ആരാ പറഞ്ഞ പ്രതിസന്ധിയുടെ ഒഴുക്കിന്റെ അകത്ത് ഒഴുകി പോകുമെന്ന്? ഇല്ല, ഇല്ല. ഒരു ശക്തമേറിയ കരം ഇന്നും ജീവിക്കുന്ന കരമാണ്. അത് നമ്മെ വഴി നടത്തും. മറുകര കാണിക്കേണ്ടടുത്ത് മറുകര കാണിക്കും. ആമേൻ. അതാണ് ഈ 12 കല്ല് തലമുറ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായി, ഏത് പ്രതിസന്ധിയുടെ സമയത്ത് ഓർക്കേണ്ടതാണ് ദൈവത്തിന്റെ ശക്തമേറിയ കരം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിന്റെ അകത്തോട്ട് കേറട്ടെ, ശക്തമേറിയ ഒരു കരം, ചലിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധിയാണെന്ന് ചിന്തിക്കുന്ന നിന്റെ കൂടാരത്തിന്റെ മീതെ ചലിക്കാൻ പറ്റിയ ഒരു ശക്തമായ കരമുണ്ട്. ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന നിന്റെ തലമുറയെ തൊടാൻ ചലിക്കുന്ന ഒരു കരമുണ്ട്. എന്റെ ലൈഫിൽ ഒന്നും നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെ തൊടാൻ ചലിക്കുന്ന ഒരു കരമുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി ചിലതിനെ മറുകര കാണിക്കാൻ ദൈവത്തിന്റെ വഴികൾ തുറക്കാൻ പോകുക, ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. നിനക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നെ സ്റ്റക്കാക്കിയിട്ടിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന്റെ കരം നിന്നെ മുന്നോട്ട് നയിക്കാൻ പോകുകയാണ്. വിശ്വസിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരമുണ്ട്. ആമേൻ. അതുകൊണ്ടാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്താൻ അവന്റെ ബലമുള്ള കൈക്കീരെ താണിരിപ്പേ. ഉയർത്തും നിന്നെ. ഒരു സമയം വെച്ചിട്ടുണ്ട്. നീ താണിരുന്നോ, ഈ കരം നിന്നെ ഉയർത്തും. അതിനർത്ഥം ഈ കരം നടത്തി മറുകര എത്തിക്കുക മാത്രമല്ല, പിടിച്ച് കിടക്കുന്ന ചേറ്റിൽ നിന്നും നിന്നെ ഉയർത്തിയെടുക്കാൻ ഈ ദൈവത്തിന് സാധിക്കും. ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ട് വേദനപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിന്റെ തലയെ ഉയർത്തുവാൻ ദൈവത്തിന്റെ കരത്തിന് സാധിക്കും. ഹോളി ജീസസ്. എനിക്ക് നന്നായി ഉറപ്പുണ്ട്, ഈ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി ചിലര് കാണാൻ പോവുകയാണ്. ചിലര് കാണാൻ പോവുകയാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത സകലത്തെ സൃഷ്ടിച്ച കരമാണ്. ഉറക്കെ പറ, സൃഷ്ടിച്ച കരമാണ്. ഈ കാണുന്ന സകലത്തെ എന്ത് ചെയ്ത? മെനഞ്ഞ കരം, സൃഷ്ടിച്ച കരം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണോ അതിന്റെ ബുധനാഴ്ചയാണോ ഏതോ ദിവസം ഒന്നുകൂടെ ഓർപ്പിച്ചായിരുന്നു, എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മള് ഈ തര പണി വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ച, ഒരു ചെറിയ കാര്യം ഒന്ന് ഒപ്പിച്ചെടുത്ത് റെഡിയാക്കാൻ, കാര്യങ്ങളെ എല്ലാം സെറ്റ് ചെയ്ത് വരാൻ നമുക്ക് എന്ത് താമസമുണ്ട്. എന്ത് താമസമുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്ന് റെഡിയാക്കി എടുത്തൊന്ന് പണിതെടുക്കാൻ. അപ്പൊ ഈ കാണുന്ന നമ്മൾ യാത്രയും ടൂറിനൊക്കെ പോകുമ്പോൾ കുന്നും മലകളും മനോഹരമായ ഈ ഭൂമി നമ്മൾ പറയും കാണാം, കൊള്ളാം, ഫോട്ടോ എടുക്കാൻ കൊള്ളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഉൽപ്പത്തി 1 പറയുന്നു, ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ച ദൈവം. നമുക്ക് എന്തൊരു പാടാ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. only 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കാര്യം ശരിയാക്കി എടുക്കാൻ അതിന്റെ അധ്വാനം എത്ര ഭയങ്കരമാ. ഇനി ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അത് അതിന്റെ കറക്റ്റായിട്ട് രീതിയിൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. സകലത്തെ ഉളവാക്കട്ടെ എന്ന് പറയുന്ന ഒറ്റ വാക്കിനാൽ സൃഷ്ടിപ്പാൻ കഴിവുള്ള എന്നാ ദൈവത്തെ സേവിക്കുന്നത്.
ഹല്ലേലൂയ. നമുക്ക് ചിലതൊക്കെ പാട്, എന്റെ ദൈവം കൽപ്പിച്ചാൽ ചിലത് സൃഷ്ടിക്കും. ഓ, മരിച്ചതിനെ ജീവിപ്പിക്കേ, ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. യെശയ്യാവ് 48:13 നിന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, നിന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോ അവയൊക്കെ ഉളവായി വരുന്നു. എന്റെ കൈ ആകാശത്ത്, ഭൂമിക്ക് എന്ത് ചെയ്തു? അടിസ്ഥാനം. എന്റെ വലം കൈ ആകാശത്തെ, ഭൂമിക്ക് അടിസ്ഥാനം ആരിട്ടു? ദൈവത്തിന്റെ. സഹോദരിമാർക്കും സഹായിക്കുന്ന സഹോദരന്മാർക്കും അറിയാം, ബ്ലാങ്കറ്റോ ഡബിൾ കോട്ട് കിങ് സൈസ് ബെഡ്ഷീറ്റോ കഴുകി മേളിലോട്ട് വിരിക്കണമെങ്കിൽ ഇച്ചിരി പാടാ. ഒരാളുടെയും കൂടെ എന്തോ വേണം? സഹായം. അതൊന്ന് പിഴിഞ്ഞിട്ടും കൂടെ ഇടണമെങ്കിലോ, അതൊന്ന് വിരിച്ചു കഴിയുമ്പോഴേ, മിക്കവാറും 2 എണ്ണം വിരിക്കുമ്പോഴേ നമ്മുടെ ആൾക്കാർ ആണ് ഈ കാണുന്ന സകലത്തെ. കർത്താവിന്റെ വചനം പറയുന്നു, യെശയ്യാവ് 48:13 എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ദൈവത്തിന് ഇത്രയേ ഉള്ളൂ. എല്ലാരും ഒന്ന് ചിന്തിച്ചേ, ഭാരപ്പെട്ടിരിക്കുന്നേ. ദൈവത്തിന് എത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം, ഈ ഭൂമിയുടെ കാര്യം. ദൈവം അടിസ്ഥാനം, ഈ കാണുന്ന മനോഹര ഭൂമി, ഈ കാണുന്ന മേളിലോട്ടുള്ളത്, ഇങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ. ആമേൻ, ആമേൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ, ചിലത് ദൈവം ചെയ്യാൻ പോവാ. ദൈവത്തിന്റെ കൈ ചിലതിന് അടിസ്ഥാനം ഇടാൻ പോവുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് അത്ഭുതം ചെയ്യാൻ പോകും. ജെരമ്യാവ് 32:17 ജെരമ്യാവിന്റെ ഒരു പ്രാർത്ഥന, അയ്യോ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. യെശയ്യാവ് 64:8 പറയുന്നു, യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ മെനയുന്ന കൈപ്പണി അത്രേ ഞങ്ങൾ. അപ്പൊ ദൈവമാണ് സകലത്തെ എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. യോബിലതാണ് സകലത്തിന്റെ ശ്വാസം എന്റെ ദൈവത്തിന്റെ, സകല ജീവജാലങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത് അവിടുത്തെ കരങ്ങളിലല്ലോ, സകല മനുഷ്യരുടെ ശ്വാസം നിയന്ത്രിക്കുന്നത് അവിടുന്നല്ലോ. യോബ് 12:10 സകലത്തിന്റെ ശ്വാസം നിയന്ത്രിക്കുന്നത് ആരുടെ കരങ്ങളിലാ? ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇങ്ങനൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഇനി ഒരു ദൂത് ശ്രദ്ധിച്ചോ. 145 സങ്കീർത്തനം അതിന്റെ 16 വാക്യം, എന്നിട്ട് 104:28 2 വാക്യങ്ങൾ ഒരു ദൂതായിട്ട് എല്ലാവരും ഏറ്റെടുത്തോണം. 145 സങ്കീർത്തനം അതിന്റെ 16 വാക്യം. മോനെ അതൊന്ന് കാണിക്കണം. 145 സങ്കീർത്തനം 16 വാക്യം, എന്നിട്ട് 104:28. ആദ്യം 145 സങ്കീർത്തനം 16 വാക്യം വായിച്ച സിസ്റ്ററെ. നീ തൃക്കൈ തുറന്നു, അവിടുന്ന് തൃക്കൈ തുറക്കുന്നു, ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. കണ്ടോ, ദൈവം കൈ തുറന്ന ജീവനുള്ളതെല്ലാം പ്രസാദം വെച്ച അനുഗ്രഹം കൊണ്ട് തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ കൈ തുറന്ന തൃപ്തി ഉണ്ടാവും. അടുത്ത 104:28 104 സങ്കീർത്തനം അതിന്റെ 28 വാക്യം. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, നീ കൊടുക്കുന്നതിന് അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ദൈവം കൊടുക്കുന്നു, അവര് പറക്കും. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ദൈവത്തിന്റെ കൈ തുറന്ന നന്മ കൊണ്ട് തൃപ്തി വരും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം നിന്റെ കൈ എന്റെ മീതെ ഒന്ന് തുറക്കണം. ദൈവത്തിന്റെ കരത്തിന് ഒന്നിനൊരു കുറവില്ല, അത് തുറക്കും. തുറന്ന പറക്കത്തക്ക വണ്ണം ദൈവം പകരും. ഈ ദൂതനെ പിടിച്ചോണം. വരും ദിവസങ്ങളിൽ ദൈവം ചിലരുടെ ജീവിതത്തിൽ തുറക്കാൻ പോവാ, കൈ തുറക്കാൻ പോവാ. നീ പറക്കി തൃപ്തിപ്പെടുമാറ് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് വെളിപ്പെടാൻ പോവുക. സർവശക്തന്റെ തൃക്കൈ ചില കുടുംബങ്ങളുടെ വീതെ തുറക്കാൻ പോകുക. നന്മ കൊണ്ട്, സൗഖ്യം കൊണ്ട്, വിടുതൽ കൊണ്ട്, ദൈവപ്രവൃത്തി കൊണ്ട് തുറക്കുന്ന ഒരു അനുഭവം.
നീ കൊടുക്കുന്നതിനെ അവർ പിറക്കുന്നു. കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലതിനോട് ദൂത് പറയാ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. എന്റെ ദൈവത്തിന്റെ തൃക്കൈ തുറക്കാൻ പോവുക. നിനക്ക് നന്മ കൊണ്ട് നിറയ്ക്കവണ്ണം നീ പിറക്കത്തക്കവണ്ണം. ഒന്ന് കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഇന്ന് പകൽ ദൈവം ചില കരങ്ങൾ തുറക്കാൻ പോയ, സൗഖ്യം കൊണ്ട്, ബലം കൊണ്ട്, നിറവ് കൊണ്ട്, നന്മ കൊണ്ട് ദൈവം തൃക്കൈ തുറക്കുന്നു. പ്രാർത്ഥിച്ച് കർത്താവേ തൃക്കൈ ഒന്ന് തുറക്കണമേ, എന്റെ തലമുഖി മീതെ തുറക്കണമേ, എന്റെ കൂടാരത്തിന് മീതെ ദൈവമേ നിന്റെ തൃക്കൈ ഒന്ന് തുറക്കണം. ഞാൻ ചിലത് പറക്കട്ടെ, ഇതുവരെ ഒന്നും കാണാതെ ഞാൻ ഭാരപ്പെട്ടു. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്നവൻ ദൈവം പറയുന്നു, ചിലതൊക്കെ ദൈവം തുറക്കാൻ പോയ, ദൈവം ചിലതൊക്കെ തുറക്കാൻ പോയ, ഇതുവരെ അടഞ്ഞിരുന്നതല്ല, ദൈവത്തിന്റെ തൃക്കൈ തുറക്കുന്നു. ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം ചിലത് തുറക്കുന്നു. ദൈവം തൃക്കൈ തുറക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചു പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം തൃക്കൈ തുറക്കാൻ പോയ ഈ ദൂത് പറഞ്ഞപ്പോ കുടുംബത്തിന്റെ മീതെ ദൈവം ചില കരം തുറക്കാൻ പോയ, തൃപ്തിപ്പെടുത്തുമാറാൻ. ചിലതൊക്കെ പറക്കാൻ ആഗ്രഹിച്ചു, ഒന്നും കിട്ടിയില്ല. ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, നിന്റെ കരം കൊണ്ട് പറക്കി അനുഭവിക്കത്തക്കവണ്ണം ദൈവം ഉറവകളെ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു ദൈവശക്തി തുറട്ടെ, ഒരു ദൈവശക്തി തുറട്ടെ. ഇന്ന് മുതൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവ തൃക്കരം തുറക്കട്ടെ. പ്രാർത്ഥിച്ചോ. ഇന്ന് ചില തൃക്കൈ തുറക്കാൻ പോയ, ജീവനുള്ളത് തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ കരം, ഇതുവരെയും തുറക്കാതിരുന്ന ചില മണ്ഡലങ്ങൾ തുറന്നുവ. ദൈവം തുറക്കാൻ പോയ, ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ഏത് മുദ്രയും പൊട്ടിപ്പാൻ കഴിവുള്ള ദൈവം. എന്തോ ശക്തമായി ഈ ആരാധനയ്ക്കകത്ത് ദൈവം ഒന്ന് കരമടിക്കേണ്ടവർ കരമടിച്ച് ഈ അന്തരീക്ഷത്തെ ദൈവമാ മാറ്റുന്നു. തൃക്കൈ തുറക്കുന്നു, കൃപാദാനങ്ങൾ തുറക്കുന്നു. നിനക്ക് തൃപ്തി വരുത്തുമാറ്, നീ പറക്കുമാറ് ദൈവ വിടുതൽ. വിശ്വസിച്ച് തികഞ്ഞൊരു ദൈവസാന്നിധ്യത്തിൽ ഒരു ദൂത് പറയാ. എല്ലാവരും ഇത് ഏറ്റെടുക്കാൻ ഹൃദയത്തിൽ നിന്നാ പറയുന്നേ. ഈ പിറക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണോ? ഒന്നാണെങ്കിൽ പറ്റുമോ? ഒന്നെടുത്തെന്ന് പറയും. പിറക്കിയെടുക്കുക, ഒന്ന് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒന്ന്, പിന്നെ ഒന്ന്, പിന്നെ ഒന്ന്, അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒന്നും നഷ്ടപ്പെടാതെ എന്ത് ചെയ്യാ? പിറക്കി എടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഒരു കോയിന്റെ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് തറ വീണ് പൊട്ടി കോയിൻ എല്ലാം മാറിയെങ്കിൽ അത് പിറക്കെടുക്ക പെട്ടെന്ന് ഓരോന്ന് എടുക്കുക. ഹല്ലേലൂയ. അതുപോലെ ദൈവം ചിലർക്ക് ഒന്നല്ല, നീ പിറക്കി എടുക്കത്തക്ക വണ്ണം ഒന്നിന്റെ പിന്നാലെ ഒന്നായ ചില വ്യത്യാസങ്ങൾ, ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ സഭയ്ക്ക് മീതെ, കുടുംബങ്ങളുടെ മീതെ be open.
സന്തോഷത്തിന്റെ കിളിവാതിൽ തുറക്കുന്നു. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. We receive it, Lord. Oh, liara la tarara mala baba. La katata shakatara taratia. Lekete shaka. ഇതിന്റെ അകത്തിരിക്കുന്ന ചിലര് പറയാൻ പോകുക, ചിലത് പിറക്കിയെടുക്കുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നിന്റെ ജോലിക്കുള്ളത്, നിന്റെ നന്മയ്ക്കുള്ളത്, നിന്റെ ബിസിനസിനുള്ളത്, നിന്റെ വീടിനുള്ളത് ദൈവം ചെയ്യാൻ പോകുക. ഇതുവരെ നീ പിറക്കിയെടുക്കാത്ത ചിലത് നിന്നോട് ചേരാൻ പോകുന്നു. വാഹനത്തിന് വേണ്ടി, ബൈക്കല്ല കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ചാവി ഇറങ്ങി വരിക, വീട് റെഡിയായിരുന്നു. വീട് സെറ്റിലാകുന്നു. നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചോ. തീർക്കൈ തുറക്കാൻ പോവാ. നീ പിറക്കത്തക്കവല്ല റിലീസ് ആവുന്നു. തലമുറയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. റിലീസ് ആകട്ടെ. കുടുംബത്തിൽ റിലീസ് ആകാതെ വരിഞ്ഞു മുറുക്കിയ മണ്ഡലങ്ങൾ മൊട്ടട്ടെ. ഇന്നത്തെ ആരാധനയിൽ ദൈവം തീർക്കൈ തുറന്ന് പ്രാപിച്ചോ. കെട്ട് പൊട്ടുന്നു. തീർക്കൈ തുറന്ന് ദൈവം ചിലത് പകരുന്നു. ഇന്ന് ദൈവമാണ് ചെയ്യുന്നത്. ഞാൻ വളരെ ശാന്തമായി നിന്ന് ഒരു ദൂത് പറയാനാണ് ഈ മെസ്സേജ് തുടങ്ങിയത്. പക്ഷേ ദൈവം പ്രവചന ആത്മാവിൽ ഇന്നത്തെ യോഗത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ കരം, ആ കല്ല് കാണുമ്പോൾ നീ ഓർക്കണം, ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഈ ദൈവകരം തൊട്ടാലേ മറ്റുള്ളവർ നമ്മളെ കുറിച്ച്, ഇതെല്ലാം ഈ ആണ്ട് തീരുമ്പോൾ നടക്കാൻ വേണ്ടിയാ, വരും ദിവസങ്ങളിൽ ചേരുമ്പോൾ മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറഞ്ഞ വിധിയുണ്ട്, അത് മാറ്റി എഴുതാൻ ദൈവത്തിന്റെ കരത്തിന് പറ്റും. അങ്ങനെയുള്ളവരെ ഇന്നും പ്രാർത്ഥിച്ചോണം. മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറഞ്ഞ എന്ത് ചെയ്യും? മാറ്റും. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-39 തൊട്ട് വായിച്ചു. 1-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 39 to 44. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39. അതുകൊണ്ട് സ്ക്രീനിൽ കാണിക്കണേ. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു കുഷ്ഠരോഗി, 40 വായിക്കുന്നത്. അപ്പൊ പള്ളികളിൽ ചെന്നു, പ്രസംഗിച്ചു, ഭൂതങ്ങളെ യേശു കർത്താവ് പുറത്താക്കി. ഇനി 40. ഒരു കുഷ്ഠരോഗി, ആ സ്ഥലത്ത് ആര് വന്നു? ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിച്ച ഒരു സമർപ്പണത്തെ, സറണ്ടർ ചെയ്യുന്ന. ഈ മുട്ടുകുത്തുക എന്ന് പറയുമ്പോ എന്താണ്? കരം ഉയർത്തുക, മുട്ടുകുത്തുക എന്നൊക്കെ പറയുമ്പോ ചിലർ ചിന്തിക്കും ആരാധനയ്ക്ക് കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനല്ല.
ചിലപ്പോ അങ്ങനെ പറഞ്ഞാലും നമ്മൾ എങ്ങനെ ആയിരിക്കണം? കർത്താവിന്റെ സന്നദ്ധിയിൽ അപ്പാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ചില സമയത്ത് നിയോഗത്തോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ചടങ്ങല്ല, സറണ്ടർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കാശ്മീരിൽ ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യം പിടിച്ചു കഴിയുമ്പോൾ അവരെന്തോ ചെയ്യാറുണ്ട്? ഒന്നി ചിലർ അവർ തന്നെ സ്വയം ആത്മഹത്യ വെടിവെച്ച്, അല്ലെങ്കിൽ എന്തു ചെയ്യും? ഇന്ത്യൻ പട്ടാളത്തിന്റെ മുമ്പിൽ തോക്കൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? മുട്ടുകുത്തി കൈപൊക്കും. ഞങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സറണ്ടർ ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ കയ്യിൽ ആയുധം ഇല്ല, ഞങ്ങൾ യുദ്ധത്തിനില്ല, നിങ്ങൾ എന്തു പറയുന്നു, നിങ്ങളുടെ നിയമം എന്തോ അതിന് ഞങ്ങൾ ഇന്റർനാഷണൽ നിയമത്തിന് വിധേയപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അപ്പന്റെ സന്നദ്ധിയിൽ അപ്പ എന്റെ പരിപാടി നിർത്തി, എന്റെ കഴിവ്, എന്റെ മിടുക്ക്, എന്റെ ബുദ്ധി മാറുന്നു, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ കരം ചലിക്കണം. അപ്പൊ മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്, കാരണം അവൻ എല്ലാ വഴി അടഞ്ഞൊരു വന്നിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. അത് പറയാൻ കാരണം എന്താ? പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, ഈ കുഷ്ഠരോഗിയെ ഒറ്റ മനുഷ്യൻ അടുപ്പിക്കത്തില്ല. കുഷ്ഠരോഗി ഒറ്റ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? മാറ്റി നിർത്തും. ആശ്രയമായ ആലയത്തിൽ പുരോഹിതന്റെ അടുത്ത് ചെന്നാലും പുരോഹിതൻ ത്വക്ക് നോക്കും, സ്കിന്ന് നോക്കും. സ്കിന്ന് നോക്കിയിട്ട് നീ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് വീണ്ടും അങ്ങനെയാണ് ക്വാറന്റൈൻ തുടങ്ങുന്നത്. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറയും. വീണ്ടും പുരോഹിതൻ നോക്കും, ശരിയായില്ലെങ്കിൽ വീണ്ടും വരും. അങ്ങനെ 14 ദിവസം വീണ്ടും നോക്കും ത്വക്ക്. എപ്പോ ത്വക്കിലേത് മാറിയോ, പുരോഹിതൻ നീ ശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നോ, അന്നേ എല്ലാരും അവനെ അംഗീകരിക്കത്തുള്ളൂ. അതുവരെ നാട്ടുകാരുടെ മുമ്പിൽ അവൻ ആരാ? അശുദ്ധൻ, അശുദ്ധൻ, അശുദ്ധൻ. ആരും അടുപ്പിക്കത്തില്ല. അതുകൊണ്ട് യേശു കിടക്കും, നിനക്ക് കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും ഒരുത്തനും എന്നെ അടുപ്പിക്കത്തില്ല. നിനക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്ക. വായിച്ചേ. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ആ വാക്ക് ശ്രദ്ധിച്ചോണം. 41. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ദൈവം തൊട്ടാൽ, തൃക്കരം നിന്നെ തൊട്ടാൽ, മറ്റുള്ളവർ വിധി എഴുതിയ വിധിയെടുത്ത് ദൈവം മാറ്റം. ഇനി ശ്രദ്ധിച്ചോണം. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ആ സെക്കൻഡിൽ അവൻ എന്ത് ചെയ്യുന്നു? ശുദ്ധി വന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. നോക്കൂ, ആരോടും ഒന്നും പറയരുത്. യേശു അവനോട് പറഞ്ഞു, നീ ഇപ്പൊ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. സൗഖ്യമായി സൗഖ്യമായി യേശുവിനെ തൊട്ടു. ഇപ്പൊ നീ എന്ത് ചെയ്യണ്ട? ആരോടും ഒന്നും അതെന്താ യേശു അങ്ങനെ പറയാൻ കാരണം? തൊട്ടടുത്ത് താരോട്ട് വായിച്ചു. പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. കാരണം നീ ഇവിടെ കിടന്ന് എത്ര ബഹളം വെച്ചാലും ആരും നിന്നെ അംഗീകരിക്കത്തില്ല. നീ നേരെ ചെല്ലണം. നിന്നെ അശുദ്ധനെന്ന് പറഞ്ഞൊരു വായുണ്ട്. ആ പുരോഹിതന്റെ അടുത്തോട്ട് ചെന്നിട്ട് നിന്നെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നിന്റെ സ്കിന്നിനെ കാണിക്കണം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഏത് വാ കൊണ്ടാണോ നീ അശുദ്ധനെന്ന് പറഞ്ഞത്, അതേ വാ കൊണ്ട് തിരുത്തി പറയും, നീ ശുദ്ധനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം തൊടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആരൊക്കെ നിന്നെ കുറിച്ച് വിധിയെടുത്ത് പറഞ്ഞോ, നിന്നെ വിടക്കെന്ന് പറഞ്ഞോ, നിന്നെ മാറ്റി നിർത്തിയോ, നിന്നെ ഒറ്റപ്പെടുത്തിയോ, നിന്നെ നിരാശപ്പെടുത്തിയോ, അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ തൃക്കരം തൊട്ടാൽ ദൈവം അത്ഭുതത്തെ ചെയ്തിരിക്കും. ഇന്ന് പ്രാർത്ഥിക്കുക. ആരൊക്കെ നമ്മളെ കുറിച്ച് വിധി പറഞ്ഞോ അതിനെ തിരുത്താൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഗതി പിടിക്കുന്ന കാണാം.
അതിന്റെ തലമുറകൾ ഒന്നും രക്ഷപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയും. മച്ചി എന്ന് പറഞ്ഞവളെ വീടിൽ മക്കളുടെ അമ്മയാക്കി മാറ്റും. പരാജയത്തിന്റെ ജയത്തിന്റെ കുടുംബമാക്കി മാറ്റും. അനുഗ്രഹത്തിന്റെ കുടുംബമാക്കി മാറ്റും. എന്തും നിന്റെ കുടുംബത്തെ കുറിച്ച് വാഗൊണ്ട് പറഞ്ഞു വിട്ടോ അത് തിരുത്തി മാറ്റിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട നന്മ കാണുന്ന, വിടുതൽ കാണുന്ന, ഉയർച്ച കാണുന്ന ഒരു ദൈവപ്രവൃത്തി കാണുന്ന ആക്കി ദൈവത്തിന് മാറ്റാൻ പറ്റും. ആ കരമാണ് ദൈവത്തിന്റെ കരം, ഇന്നും ജീവിക്കുന്ന കരം. രണ്ട് കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു വലിയ നിയോഗമുണ്ട്, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരം തൊട്ടാൽ രണ്ട് കാര്യം. ഒന്ന്, നമ്മെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്നതിനെ ദൈവം ചെയ്യിപ്പിക്കും. ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറ്റത്തില്ലെന്ന് പറയുന്നതിനെ ദൈവം എന്ത് ചെയ്യും? എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? കർത്താവിന്റെ വേലയിലും ശുശ്രൂഷയിലും എല്ലാം എന്തു ആയിക്കോട്ടെ, ആത്മീയ ഭൗതികം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടല്ലേ. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. സാക്ഷ്യം പറയാം. അപ്പൊ ഈ ആവേശത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങ് പറയാമെന്നും പറഞ്ഞു. മൈക്ക് എൻ്റെ കയ്യിലോട്ട് തന്നു. അന്ന് ഈ കോഡ്ലെസ് ഒന്നുമില്ല, ഉണ്ടെങ്കിലും റെയറാ, കുറച്ച് പേര് വിലയുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ചിലർ ചിന്തിക്കാറുണ്ട്, പാസ്റ്റർ ഇവിടെ ഒന്ന് രണ്ട് യോഗം ഒക്കെ അങ്ങ് നടത്തിയാൽ പോരെ, എന്തുവാ ചെലവ് കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം ഓരോ കാര്യത്തിന് എന്താണ്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ കോഡ്ലെസ് മൈക്കിൽ അത്യാവശ്യം മീഡിയം വില കുറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വില കുറഞ്ഞ സാധനമാണ്. ഇതിന്റെ വില 17,000 രൂപയാണ്. ഇത് ഒരു അടുത്ത 17,000 രൂപ ഇല്ലാതെ ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല. നല്ലതിന് 50,000 1 ലക്ഷം രൂപയാണ് ഇതിന്റെ കൂടിയതിന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അന്നത്തെ കാലം അങ്ങനെ ഇതൊന്നും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ പ്രാപ്തിയുള്ള കാര്യം ഞാൻ പറഞ്ഞ ഉദ്ദേശം നിങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതൊന്നും ഓരോ കാര്യത്തിന് എന്താണ് വിലയുള്ളത്. മനസ്സിലായി? നമ്മളിപ്പോ ഓർഗൻ വായിക്കുന്നു, രൂപ 1 1 ലക്ഷം രൂപയാണ്. ഇത് ആരെങ്കിലും എന്തൊരു അബദ്ധം പറ്റിപ്പോയാൽ 1 ലക്ഷം രൂപയാണ് പോകുന്നത്. അപ്പം സുവിശേഷം ഫ്രീയാ, കർത്താവിന്റെ പ്രവൃത്തി ഫ്രീ. പക്ഷെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് പോണമെങ്കിൽ ദൈവികമാണ്. അത് ദൈവമക്കൾ തരുന്ന ഞാൻ പറഞ്ഞത്. അപ്പം അന്ന് ഈ വയറുള്ള ടൈപ്പ് മൈക്ക ആവേശത്തിൽ ഞാൻ പറയാന്നും പറഞ്ഞു. ഇത് പിടിച്ചോ, ഇത് എങ്ങനെ ഊരിപ്പോയോ ഒന്നും എനിക്കറിയത്തില്ല. എന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നു. മൈക്കിൽ നിന്ന് പല പ്രാവശ്യം വയറിറങ്ങി പോകാൻ പോകുന്നു. ഞാൻ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി മാറിയിരുന്നു. കാരണം എന്നെ കൊണ്ട് എന്ത് ചെയ്തില്ല. നമ്മളെല്ലാം അങ്ങനെ, നമ്മളെ കൊണ്ട് ശക്തി. ഞാനപ്പം ഹല്ലേലൂയ ദൈവമേ ഇവരൊക്കെ എങ്ങനെ ഈ സാക്ഷ്യം പറയുന്നത്, ഇത് എന്തോ ഈ വാ കൊണ്ട് പറയുന്നത്. അവിടെ കയറുമ്പോൾ ഞാൻ യേശുവിനെ അറിഞ്ഞു. അപ്പരെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അപ്പരെ ഹമ്പും വെച്ചിട്ട് നമ്മൾ ഓടിപ്പോയി മാറിയിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ദൈവം നിന്നെ തൊട്ടാ നിനക്ക് കഴിവില്ലെന്ന് പറയുന്നിടത്ത്, നീ വിക്കനെന്ന് പറയുന്നിടത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റും. എനിക്ക് ഉറപ്പുണ്ട് ഈ വരുന്ന വർഷങ്ങളിൽ ചിലരെ ദൈവനാമത്തിനും അത്ഭുതമാക്കാൻ പോയാ ചിലതിന്റെ നാവിനെ ദൈവം ബലപ്പെടുത്തും. നിങ്ങൾ ചിലരോട് സുവിശേഷം പറയും, നിങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില വിടുതൽ നടക്കാൻ പോയാ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ വലിയ വിടുതൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോയാ കഴിഞ്ഞ നാളുകളെ പോലല്ല, നിന്നെ നനവുള്ള തോട്ട പോലെ മാറ്റും. അതിന് നിനക്ക് പറ്റാത്തതിന് കഴിയാൻ ദൈവകരമുണ്ട്. പെട്ടെന്നെടുത്ത് എല്ലാവരും എടുത്ത് ജെറമ്യാവ് 1-ാം അധ്യായം 5 മുതൽ 9 വരെ. ജെറമ്യ 5-ാം അധ്യായം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജെറമ്യ ചാപ്റ്റർ 1 വേഴ്സ് 5 to 9 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെസ്. മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്കു പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ജെറമ്യാവിനെ ദൈവം വിളിച്ചിട്ട് പറയാണ്, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, വേർതിരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജനിച്ചപ്പോ തന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കൈക്ക് പിടിച്ചിട്ട് പറയാം, ഇന്ന് ഒറ്റ പ്രാവശ്യമല്ലേ പറയാൻ വന്നു, വെറുതെ അല്ല ഈ ഭൂമി ജനിച്ചതെന്ന് പറഞ്ഞു. സാമ്പതരെ, വെറുതെ അല്ല നമ്മൾ ഈ ഭൂമി ജനിച്ചത്. ആർക്കെങ്കിലും ഉണ്ടോ? അയ്യോ, എന്റെ
ദൈവമേ എന്റെ ജന്മദിനം ഒരിക്കലും ശപിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുദ്ദേശിച്ച ടൈമിലല്ലായിരിക്കാം നിങ്ങൾ ജനിച്ചത്, അപ്രത്യക്ഷമായിരിക്കാം. പക്ഷെ ഈ ഭൂമി നിങ്ങൾ പിറന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. വാസനതൊക്കെ പറയാം, എൻ്റെ വീടിൻ്റെ അവസ്ഥ ഈ 1 മണി കഴിയുമ്പോൾ ഞാൻ ചെന്ന് കയറുന്ന അവസ്ഥ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഉറക്കെ പറ, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അകത്തുനിന്ന് വിശ്വാസം കയറട്ടെ. അതാ നമ്മളെ ജീവിപ്പിക്കാൻ ബലപ്പെടുത്തുന്നത്. ജനമേനോട് പറഞ്ഞു, നീ പുറത്തു വരുന്നതിന് മുമ്പ് ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ എന്ത് ചെയ്യാ നീ വെറുതെ ഇറങ്ങി ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരിക മാത്രമല്ല, നീ ദൈവശബ്ദമായി ദേശത്ത് മാറാൻ ദൈവം കണ്ടിരിക്കാം. ചെറുതോ വലുതോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിന്റെ നാവായി ശബ്ദമായി അനുഗ്രഹമായി മാറാനാ ഇവിടെ വന്നിരിക്കുന്ന സകലരെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകല ദൈവം കണ്ടത്. ഇനി വായിച്ചു സിസ്റ്റർ. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് പറയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അയ്യോ ഞാൻ ബാലൻ, ഞാൻ എന്തുവാ സംസാരിക്കുന്നേ? അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ദൈവം പറയുന്നു, നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവയെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൂത് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പറഞ്ഞോ. ഇത്രയും കൊണ്ട് ദൈവകരം തീർന്നില്ല. ഇനിയാണ് 9 ഒന്ന് വായിച്ചേ. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ജെരമ്യാ പറ, എന്റെ വായെ തൊട്ടു. ബാലന, വിക്കന, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എവിടാണോ നിനക്ക് കുറവുള്ളത് അവിടെ ദൈവകരം നിന്നെ തൊടും. നീ എവിടാണോ പ്രവാചകനായി ശബ്ദമായി മാറേണ്ടത്, നിന്റെ പ്രോബ്ലം എവിടെ, അവിടെ ദൈവകരം തൊടും. ഇന്ന് പകൽ കഴിവില്ല, പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ കരത്തെ തൊടിയിപ്പിക്കാൻ എന്റെ ദൈവത്തിന് സാധിച്ചിരിക്കും. ഹല്ലേലൂയ. യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. മതി. കൈ തൊട്ടിട്ട് പറയാണ്, വായിൽ വചനത്തെ തന്നിരിക്കുന്നു. കണ്ടോ, ദൈവം തൊട്ടാൽ ദൈവം ചിലത് നിറച്ചിരിക്കും. ആമേൻ. എനിക്ക് കഴിവത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നിടത്തെ ദൈവത്തിന്റെ കരം എന്ത് ചെയ്തു? തൊട്ടു. ദൈവം നിറച്ചു. ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ, അതാ ജോഷുവ പറഞ്ഞത്, പിതാക്കന്മാര് ചോദിക്കും ഈ കല്ലെന്താണ്, ഞാൻ എന്തിനാ നാട്ടിക്കുന്നതെന്നറിയാമോ? വരും തലമുറകൾ ഒരു കാര്യം അറിയണം, ഒരു കരമുണ്ട്. ചെങ്കടലിനെ വറ്റിച്ച്, യോർദാനെ വറ്റിച്ച് തന്റെ ജനത്തെ മറുകര കാണിച്ച ഒരു ദൈവത്തിന്റെ കരം ഇന്നും ജീവിക്കുന്നു. അതാ ദൈവത്തിന്റെ കരം. ദൈവത്തിന്റെ കരം. ഒരു കാര്യം കൊണ്ട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് ആരാധിക്കാം. ദൈവത്തിന്റെ കരം തൊട്ടാൽ നമുക്ക് ചുറ്റും പിശാചിട്ടേക്കുന്ന, മനുഷ്യനിട്ടേക്കുന്ന, ചിലപ്പോൾ നമ്മൾ തന്നെ ഇട്ടേക്കുന്ന പരിധി പൊട്ടും. പരിധി എന്ത് ചെയ്യും? പൊട്ടും. ഒരു വാക്ക് എടുത്തേ, അതോടെ എടുത്ത് പ്രാർത്ഥിക്കാൻ പോവാം. 1 രാജാക്കന്മാരുടെ പുസ്തകം എല്ലാവരും ഒന്ന് എടുത്തേ. 19-ാം അധ്യായം. അതിന്റെ 1-2 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചേ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്ന ഏലിയാവിന്റെ മുമ്പിൽ ഇസബേല് കൽപ്പന പ്രകടിപ്പിക്കുകയാണ്. നാളെ ഈ നേരത്തെ നിന്റെ എന്ത് ചെയ്യത്തില്ല, അടുത്ത ജീവൻ കാണത്ത, നിന്റെ ജീവൻ എടുക്കും. ഇത് കേട്ടപ്പോ ഇനി 3 മുതൽ വാക്യം വായിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയ, ചില ഭീഷണികൾ, ചില വാക്കുകൾ ഒക്കെ കേൾക്കുമ്പോ 3 അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി എന്ത് ചെയ്തു? പുറപ്പെട്ടു. എന്നിട്ട്
താമസിപ്പിച്ചു. അടുത്ത 4-ാമത്തെ വാക്യം വായിച്ചേ. താനോ മരുഭൂമിയിൽ ആ. ഒരു ദിവസത്തെ വഴി ചെന്ന് ആ. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് ഒരു ദിവസത്തെ വഴി തരുന്ന ചൂരച്ചെടിയുടെ നടയിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ആ. ഇപ്പോൾ മതി, ആ. യഹോവേ, ആ. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ആ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയാവ് മനസ്സ് മടുത്തു. എന്റെ ജീവിതം മതി, കാരണം എന്റെ ജീവനെ അങ്ങ് എടുത്തോണം, ശത്രു എടുക്കുന്നതിൽ ബന്ധം നീ എടുക്കണം എന്ന് പറഞ്ഞ് മനസ്സുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചില പ്രതിസന്ധിയിൽ നമ്മുടെ മനസ്സ് മടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ശത്രു പരിധി വെച്ചു. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടങ്ങ് ഞെരുക്കി ഒരു പരിധിക്കപ്പുറം ഇല്ലെന്ന് പറയുമ്പോൾ സംഭവിച്ചില്ലേലും നമ്മുടെ മനസ്സിൽ ഭയം കയറിയാൽ എന്ത് ചെയ്യും? നമ്മൾ ഇട്ടങ്ങ് ഞെരുക്കും, അടിച്ചത്. എല്ലാവരും കൂടി ശ്രദ്ധിച്ചോളാം. അങ്ങനെ അവൻ ആ. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ആ. പെട്ടെന്നൊരു ദൂതൻ ആ. അവനെ തട്ടി അവനോട് അടുത്ത വാക്യം കാണിച്ചു. ഓക്കെ. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 5-ാമത്തെ വാക്യം, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടി. ദൈവത്തിന്റെ കരം അവനെ തട്ടി. നീ നിരാശപ്പെട്ട് കിടക്കുക, ശത്രു നിനക്ക് പരിധി വെച്ചിരിക്കുക. നീയും ചിന്തിച്ചു ഇതോടെ എന്റെ പരിധിയാണെന്ന്. ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും ഇത്രയൊക്കെ ഉള്ളത്. അല്ല, ആ നെഗറ്റീവ് ശബ്ദങ്ങളൊക്കെ കേട്ടോട്ടെ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം, അതിനേക്കാൾ സത്യമായത് എന്റെ ദൈവം പറഞ്ഞതാ. ദൈവത്തിന്റെ ദൂതൻ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ ആ. കനലിന്മേൽ ചുറ്റും ഒരു അടയും ആ. ഒരു തുരുത്തി വെള്ളവും ആ. തലക്കിലിരിക്കുന്നത് കണ്ടു. ആ. അവൻ തിന്നു കുടിച്ചു, ആ. പിന്നെയും കിടന്നുറങ്ങി. ആ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് വീണ്ടും കിടന്നുറങ്ങിയപ്പോ വീണ്ടും തട്ടി. അവനെ തട്ടി. എഴുന്നേറ്റ് തിന്നുക, ആ. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഒന്ന് ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, പക്ഷെ വീണ്ടും കിടന്നുറങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിലൊക്കെ ദൈവം ഒന്ന് ബലപ്പെടുത്തിയതാ, ഒന്ന് ശക്തിപ്പെടുത്തിയതാ, വാക്തത്വമുണ്ടെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ വീണ്ടും നിരാശക്കകത്ത് കിടക്കുക. പക്ഷെ ഇന്ന് പകൽ തട്ടി ഉണർത്താൻ പോവുക. ഈ ദൂത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞിട്ടും വാക്തത്വം കേട്ടിട്ടും നിരാശക്കകത്ത് വീണ്ടും തുടരുന്നെങ്കിൽ അവരോട് ദൈവാത്മാ പറയുന്നു, ഒരു കരം ചലിക്കാൻ പോവുക. ദൈവത്തിന്റെ കരം നിന്നെ തട്ടി ഉണർത്താൻ പോവുക. ആ പരിധികളെ പൊട്ടിക്കാൻ പോവുക. ചില നിരാശകൾ മാറട്ടെ. തട്ടി ഉണർത്തുമ്പോൾ നീ എഴുന്നേറ്റ്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നീ ഇവിടെ കിടക്കാനല്ല, നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്. ബൈബിൾ പറയുന്നത് അത് തിന്നു കുടിച്ച് ഹോരേബോളം ഓടി ചിലതിനെ പ്രവാചകനായി, ചിലതിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചു. നമ്മൾ ചിന്തിക്കും ഇത്ര ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ പരിധി. എത്ര ആരൊക്കെ പരിധി വെച്ചാലും ആ പരിധിയെ പൊട്ടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വാക്തത്വം കേട്ടിട്ടും നിരാശയുടെ ചൂരച്ചെടിയുടെ നടുവിൽ കിടക്കുന്ന ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയാ, ദൈവം നിന്നെ തട്ടിയുണർത്താൻ പോയ. പ്രാപിച്ചോ. ആരാധിക്കുന്നവർ ആരാധിച്ചോ, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ചിലതിനെ ദൈവം തട്ടി ഉണർത്തുക. പിശാച് വെച്ച പരിധി പൊട്ടുന്നു. നിനക്ക് മീതെ, നിന്റെ കുടുംബത്തിന് മീതെ പിശാച് വെച്ച പരിധികൾ ശൂടവരന്തേ തമ്പൽക്കാര അച്ചത്താര ഹത്താര ഉശംദന ഗട്ട താലികനന്ദ അച്ചയിലെ ഗത്തെ തേരെ തേരെ അക്കർക്കാര ഹന്തരവട്ട സേദികലച്ചോ താര. ഒരു കരമുണ്ട് നിന്നെ തൊഴുന്ന, നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നീ ഇവിടെ കിടന്ന് ഒതുങ്ങാനല്ല, നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വാക്തത്വം കേട്ടിട്ടും നിരാശയിൽ കിടക്കുന്ന ചിലരോട് പറയുന്നു, നീ സടകുളം എഴുന്നേക്കാൻ പോയ. ഈ 24-ാം തീയതി നീ സടകുളം എഴുന്നേക്കാൻ പോയ. അട്ടത്താല ഹത്തച്ചാര ഹട്ടത്താല ഹന്തത്താല ഹന്ദ അക്കക്കേദേ ഹംദേ താല ഹത്ത സേദേ ദൻദേ ഹർബർകാര ഹട്ടത്താല ഹത്തേ സേദേ വൽബതാര ഹത്തതാര ഊടവരം ശബലം 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 ശബലാരകരം ശബലം ഉടമാരം ശീവാരേ വശൂടവരം ശബലം ഉടമാരം ഭീമാരേ വശംധേരേവ. നിരാശയുടെ കെട്ടുകൾ പൊട്ടട്ടെ, ദൈവകരം ചലിക്കട്ടെ. വക്കർക്കാര ഹന്തരവട്ട സാലികരന്തു
കർകാര ഹദ്ദാദാര ശൂരബാല ഹംബാരാബ ഷേദേ തേരെ 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 അട്ടകാര ഹദ്ദാരാബ. Oh, thank you, Jesus.